ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയമായ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി കവാടത്തിലെ അടിപ്പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി സമരത്തിലാണ് ജനകീയ സമരസമിതി. മതിയായ വീതി ഇല്ലാതെയാണ് അടിപ്പാത നിർമ്മാണമെന്നാണ് ആരോപണം. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്കും 2 പ്രധാന കവാടങ്ങളാണുള്ളത്. എന്നാൽ ആലപ്പുഴയ്ക്ക് മാത്രം ഒരു പ്രധാന കവാടമാണുള്ളത്. ഇതുവഴി വേണം രോഗികൾക്കും ആംബുലൻസിനും KSRTC ബസ്സിനുമൊക്കെ കയറിയിറങ്ങാൻ. ആശുപത്രി ആവശ്യങ്ങൾക്കായി എത്തുന്ന ഗ്യാസ് കണ്ടെയ്നറുകൾ വേറെയും. ഇതെല്ലാം കയറിയിറങ്ങേണ്ട പ്രധാന കവാടത്തിൽ ഇപ്പോൾ അടിപ്പാത നിർമ്മിക്കുന്നത് 12 മീറ്ററിലാണ്. പ്രധാന കവാടത്തിന്റെ നീളമാണ് അടിപ്പാതയ്ക്കായി പരിഗണിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ സമരസമിതി ഇതിന്റെ ഈ അണ്ടർപാസ് ഇങ്ങനെ നിർമ്മിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് ഈ പ്രദേശത്തുകാരുടെ മാത്രം കാര്യമല്ല, ഈ ജില്ലയിലുള്ള ജനങ്ങളുടെ മാത്രം കാര്യമല്ല, ആ പരിസര ജില്ലകളിലുള്ള ആളുകളുടെ കൂടി ആവശ്യത്തിന് മേലെ ജനങ്ങൾക്ക് ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഇവിടെ എത്തുന്ന 2000-3000 ആളുകളാണ് ദൈനംദിനം ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. സംസ്ഥാനത്തെ ദേശീയപാതക്കരികിലെ ഏക മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് വണ്ടാനത്ത് പ്രവർത്തിക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ചികിത്സ തേടിയെത്തുന്നവരുൾപ്പെടെ ആയിരക്കണക്കിന് രോഗികളാണ് ദിനംപ്രതി ആശുപത്രിയിലെത്തുന്നത്. നിലവിൽ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന 12 മീറ്ററിലുള്ള അടിപ്പാത തികച്ചും അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. 30 മീറ്റർ വീതിയിലുള്ള അടിപ്പാത നിർമ്മിച്ചാൽ മാത്രമേ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലെ ദുരിതത്തിന് പരിഹാരമാകൂ. ഇപ്പോഴുള്ള രൂപരേഖയിൽ ഫുട്പാത്ത് പോലുമില്ല. തികച്ചും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ.